നട്ടുച്ച സമയത്തല്ല എൻ്റെ പൊന്നും മക്കളെ ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കാൻ എന്താ സുഖം എന്നറിയാം. നോക്കറ നിങ്ങൾ, അടിപൊളി സുഖം എന്നിട്ടാ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക അനുഭൂതി. പാമ്പാ ദാസപ്പോ ദാസപ്പോ അടുക്കരുത്. ഞാനിതൊന്നും പറയാനല്ല വന്നിനട്ടാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കെല്ലാവർക്കും ഈ അവിഹിതം കേൾക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. ഈ അവിഹിതവും ഗോസിപ്പും ആണെങ്കിൽ എല്ലാവരും കേൾക്കാനുണ്ടാകും. നല്ലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്കും വേണ്ട. എനിക്കിന്നലെ വളരെ ഒരു സങ്കടമുണ്ടായ ഒരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള അനേകായിരം കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതൊരു രക്ഷിതാവ് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു രക്ഷിതാവ് പോലും അത് കണ്ടിട്ടുമില്ല. ഒരു കമൻറ്റോ ഒരു ലൈക്കോ വന്നിട്ടുമില്ല. കാരണം എന്താ അറിയുക, അതായത് ഇനി മക്കൾ മരിച്ചാലും വേണ്ടിയില്ല, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഗോസിപ്പോ അവിഹിതവും മതി എന്നാണ് എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോൻ്റെ കൂടെ പോയിട്ട് ഒരു കാര്യവുമില്ല. അതായത് ഇന്നലെ ആദിത്യ എന്ന് പറയുന്ന ഒരു പയ്യൻ മരിക്കാനുണ്ടായ കാരണം, അതുപോലെ നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യൻ മരിക്കാനുണ്ടായ കാരണം, അതിനെപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തത്. പക്ഷെ ഒരു മനുഷ്യന്മാർ പോലും ആ ഒരു വീഡിയോ തിരിഞ്ഞു നോക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും അവിഹിതവും ഗോസിപ്പുമായിട്ട് അങ്ങനെ അങ്ങ് പോയിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെലിബ്രിറ്റികൾ, അത് ബിഗ് ബോസിലാകാം, സീരിയലാകാം, സിനിമയാകാം, എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അവസരങ്ങളിലൊക്കെ ചില പ്രവാസികളുടെ, അതായത് പണച്ചാക്കുകളായ ഭാര്യമാരുണ്ടാകും, അവരുമായിട്ട് ഒരു ബന്ധത്തിലാകും. അതായത് പണ്ട് കാരണവർ എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയ ഒരു കേസിലെ പ്രതി മുതൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്രപ്രവർത്തകനെ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഒരു ജിമ്മർ, മറ്റേ ബിഗ് ബോസ് താരം ജിമ്മറിന് പൈസ കൊടുത്ത് 65 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് ഓൻ്റെ എടുക്കുന്ന പിന്നീട് തെറിയും വാങ്ങിക്കുന്ന ഒരുപാട്, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവാസികളുടെ ഭാര്യമാരാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഇവരൊക്കെ പ്രവാസികളുടെ ഭാര്യമാർ ഈ ചെയ്യുന്ന ചില പരിപാടികളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും അല്ല കേട്ടാ. നല്ല രീതിയിൽ ഭർത്താവ് അയക്കുന്ന പൈസ വളരെയധികം ഇതോട് കൂടിയിട്ട് സൂക്ഷിച്ച് ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം ഇവിടുന്ന് കഞ്ഞിയും പയറും കുടിക്കുന്ന പ്രവാസികളുടെ ഭാര്യമാർ വരെയുണ്ട്. അവരോടൊക്കെ എനിക്ക് വലിയ തോതിലുള്ള ബഹുമാനം മാത്രമേ ഉള്ളൂ. അതായത് ഭർത്താവ് അയക്കുന്ന ഓരോ തുകക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണക്കുണ്ടാകും. പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൂർത്തടിക്കും. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സെലിബ്രിറ്റിയുമായിട്ട് ബന്ധത്തിലാകും. അവർക്ക് പിന്നീട് ഭർത്താവിന് ചിലപ്പോൾ വിളിക്കാൻ സമയമുണ്ടാവില്ല. അയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ കഷ്ടപ്പെടുമായിരിക്കും. ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വായിൽ സ്നേഹം ഒഴിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യ വേണം, നിന്നെയും വേണം എന്ന് പറയാനും, അത് കേട്ടിട്ട് അവൻ്റെ പഞ്ചാര വർത്താനങ്ങളിൽ നീങ്ങിയിട്ട് 65 ലക്ഷം രൂപ കൊടുക്കുക. ആ മനുഷ്യൻ അത് എങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു കുറച്ചൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ അത് ചെയ്യുക. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കേസുകൾ മാത്രമാണ്. ഇതിൽ കേസുകൾ വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെയുള്ള സെലിബ്രിറ്റികളുടെ വലിയ മസിൽ പവറും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളും ഇവരുടെ പളവള ഡ്രസ്സും വീട്ടിൽ ചേര പോകുന്നതാണെങ്കിലും ഇപ്പം ഇതിനടുക്ക് കണ്ടില്ലേ, ആ ഒരു സെലിബ്രിറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അവൻ്റെ കയ്യിൽ 5 പൈസയില്ല. അവൻ എല്ലാ സ്ഥലത്തൊന്നും ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്നതാണ്. അവൻ അവിടുന്ന് കടം മേടിച്ചിട്ട് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് കടം മേടിച്ചിട്ട് അവിടെ കൊടുക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോയിട്ടൊരു ജിം ഉദ്ഘാടനം ചെയ്താലൊന്നും വലിയ പൈസയൊന്നും കിട്ടൂല. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ 50 ലക്ഷം കിട്ടുന്ന ഒരു തേങ്ങയില്ല. ആൾക്കാരെ പറ്റിക്കുക, പളവള ഷർട്ട് ഇടുക, വലിയ വണ്ടി എടുക്കുക, പോവുക, പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുക, ഇത് മതി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചില പ്രവാസികളുടെ ഭാര്യമാർ വിചാരിക്കും, പ്രവാസികളുടെ ഭാര്യ എന്ന് എടുത്തു പറയുന്നത് എന്താ അറിയാം, അതായത് നാട്ടിലുള്ളവർക്ക് കൊടുത്തോ. കാരണം എന്താ അറിയാം, നാട്ടിലുള്ള ഭർത്താവും കൂടി ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ പ്രവാസികളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ പലരും ഇവിടെ ഉണ്ടാവുന്നവരല്ല. അവരൊക്കെ വിദേശത്ത് കഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, അതായത് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇതുപോലെ കഷ്ടപ്പെട്ട പൈസ നിങ്ങൾ കണ്ട അടരനും അടവോടനും എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വേദന എത്രയാണെന്ന് ആ മനുഷ്യനുണ്ടാവുകയെന്നറിയാം. പലരുടെയും കുടുംബ തകർച്ചയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേസ് വന്നത് ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയാത്ത, നമ്മളാൽ ഇതാകാത്ത ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവനാണ്. കാരണം നാട്ടിലൊരു തൊഴിലും ഒരു ഇതും ഇല്ലാതെ കുറച്ച് ജിമ്മും പെരുപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ടീമുണ്ടാവും. അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ ഇതന്നെ. പിന്നെ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ടുള്ള പരിപാടി ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള പരിപാടി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പ്രവാസികളുടെ ഭാര്യമാരെ ടാർഗറ്റ് ചെയ്ത് കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം സെലിബ്രിറ്റികളുണ്ട് ഇവിടെ. അവിടെ നിന്നും നിങ്ങൾ മോചനമായേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ പ്രവാസികളോടാണ് പറയുന്നത്, നിങ്ങൾ പൈസ അമിതമായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി സൂക്ഷിക്കുക.
ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. ഇപ്പം 65 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ അതും ഒരു മനുഷ്യൻ മണ്ണിൽ പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ്. നമുക്കറിയാലോ, അവിടെ AC റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടുത്തെ കഷ്ടപ്പാട് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കഷ്ടപ്പാടിൽ തൻ്റെ വീട്ടിലേക്ക് അയക്കണം, ഇല്ലേ തനിക്ക് വേണം എന്ന് കരുതിയിട്ട് ഓരോ പൈസയും മിച്ചം വെച്ച് അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കിടന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇവിടുന്ന് പല തമ്മളപ്പം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരുമായിട്ട് ചാറ്റ് ചെയ്യുക, എന്നിട്ട് വോയിസ് റെക്കോർഡാക്കുക, എന്നിട്ട് അടിച്ച് വായിൽ തരുമെന്ന് പറയുക. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളത് ഇത്. അതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് മനസ്സിലാകാത്തത്. അതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. രക്ഷപ്പെടാൻ നോക്ക്. എത്രയെത്ര സംഭവങ്ങളാണ്. ഈ ചങ്ങാതിനെ പറ്റിയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാസർഗോഡിലൊരു സ്ത്രീ കേസ് കൊടുത്താണ്. അവരെ 10, 35, 40 ലക്ഷം തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവൻ നിരപരാധിയാണ്. അതെന്താ അവൻ നിരപരാധി എന്നറിയാം? അതായത് അവനതൊന്നും കഴിവില്ല എന്ന് പറഞ്ഞു കുറേ എണ്ണം. മനസ്സിലാക്കുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ അറസ്റ്റ് ചെയ്തു. പിന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി. അത് കഴിഞ്ഞു. ഇപ്പോഴെന്ന് പറയുന്നത് എന്താ പറയുന്നത് അറിയാം? അവൻ നിരപരാധിയാണ്. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ സൗണ്ട് എങ്ങനെയാണ് വെളിയിൽ വന്നത്? അവൻ്റെ ചാറ്റിങ് എങ്ങനെയാണ് വെളിയിൽ വന്നത്? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറേ വളമിട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താ പറയുക, എവിടെയുള്ള പകുതി സെലിബ്രിറ്റികൾ ഇങ്ങനെ നടക്കുന്നതും അവരെ കയ്യിൽ പൈസയൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ പറയുക, അവരെ കയ്യിൽ കോടികളുണ്ട്, ലക്ഷങ്ങളുണ്ട് എന്നാണ്. ഒരു തേങ്ങാക്കൊലിയില്ല. ആകെ എന്ന് പറയുന്നത് ഈ ക്യാമറേൻ്റെ വെട്ടത്തിലുള്ള ഇതും. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ട. ഒരു സിനിമാ താരം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ സിനിമാ താരമായിട്ട് ജീവിക്കാൻ നല്ല സുഖമാണ്, അധികം പൈസയൊന്നും വേണ്ട. കാരണം എന്താ അറിയുക, അതായത് സിനിമാ താരമായിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ചുറ്റും ഉണ്ടാകും. ആഹാരം ഉണ്ടാകും, കള്ളുണ്ടാകും, പെണ്ണുണ്ടാകും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാകും, യാത്ര ചെയ്യാം, ഇതൊക്കെ ഉണ്ടാകും. സുഖജീവിതമാണ്. പക്ഷേ കയ്യിലഞ്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് നല്ല രീതിയിൽ അർമാദിക്കുക. അങ്ങനെ അർമാദിച്ച് നശിച്ചു പോയ ഒരുപാട് നടന്മാരും ഉണ്ട്, നടിമാരും നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, സെലിബ്രിറ്റികളുടെ കൂടെ കൂടിയ പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ്. സെലിബ്രിറ്റികളുടെ കൂടാന്ന് മാത്രം ഞാൻ പറയുന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓരോ കേസിൽ പെടുന്ന സീരിയൽ താരങ്ങൾ അവർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ വൻ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. അതായത് ഇവരൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഒരു മനുഷ്യൻ അവിടെ കിടന്ന് അയച്ച പൈസ നീ എനിക്ക് 10 കിട്ടാ, 10 ഇത് നേരെ ചോദിട്ടാ 1.5 ലക്ഷം മഴ ഉണ്ട്, ഞാൻ അവിടെ പെട്ടിരിക്കുവാടി 1.5 ലക്ഷം ഉറുപ്പ്യണ്ടറി, അവൾക്കും കൊടുക്കാണ്ട് 1.5 ലക്ഷം ഉറുപ്പ്യ എന്ത് ചെയ്യണമെന്ന് അറിയില്ലടി. കാരണം അത് അവൻ്റെ കഴിവാണ്. അവൻ അത്രത്തോളം എന്ന് പറഞ്ഞാൽ അവളെ സുഖിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സുഖം കേൾക്കുമ്പോഴല്ല നീ ആ സുഖം നിങ്ങളുടെ പറയടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ വീടും പറമ്പും വരെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്ന് വരും. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വെളിയിൽ വരാത്ത കേസുകൾ കുറേ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫേക്ക് ഇല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾ പറയുക അതാ എനിക്ക് അനുഭവം ഉണ്ട് എന്ന്. ഒറിജിനലായിട്ട് നിങ്ങൾ വരണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്തിനാ വെറുതെ നിങ്ങൾ ആരെയും അറിയിക്കാണ്ട് വെച്ച സംഭവമായിരിക്കും. പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തകർച്ചയുടെ വക്കിലാണ്. പിന്നെ പലരും പറയുന്ന ഒരു കാര്യം, അവന് സംശയമാണ്. അവൻ വിദേശത്ത് നിന്നിട്ട് അവന് മുടിഞ്ഞ സംശയമാണ്. അതായത് കാമുകനോട് പോയിട്ടാണ് പറയുന്നത് എൻ്റെ ഭർത്താവിന് ഭയങ്കര സംശയമാണ് നിന്ന്. എന്ന് വെച്ചാൽ എനിക്കിടെ വേറെ ബന്ധമുണ്ടോയെന്ന്. അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വേദന കൊണ്ട് പറഞ്ഞതാണ്. എത്രത്തോളം ഇതൊക്കെ പേപ്പറിൽ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ പഠിക്കൂല. നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ 65 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, ഈ ചങ്ങാതി പണ്ടൊരിക്കൽ പറ്റിച്ചതാണ്, ഒരു സ്ത്രീനെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇനി എന്തൊക്കെയായാലും ഇവരുടായിപ്പാന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ. ഇതെല്ലാ പൈസയും എടുത്തു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കേസും കൊണ്ട് പോവുക. ആ പാവം ഭർത്താവിൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അയാളിപ്പം മരുഭൂമിയിൽ ഏടിങ്ങിരുന്ന് കരയുന്നുണ്ടാവും. ഫോൺ വരെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും ചിലപ്പോൾ. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.